ഹിമാലയൻ പ്ലാനിംഗ്. വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് എന്നീ 3 യൂണിവേഴ്സിറ്റികളിൽ ഒരേ സമയം തകൃതിയായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യയ്ക്ക് ആത്മവിശ്വാസം അനുദിനം വർദ്ധിക്കുന്നുണ്ടോ എന്നൊരു സംശയം. പല കാര്യങ്ങളും പൂർവ്വഗുരുവായ എന്നോട് ചോദിക്കാതെയാണിപ്പോൾ ചെയ്യുന്നത്. ഒടുവിലിത ജൂൺ മാസത്തിലെ ഹിമാലയൻ തീർത്ഥാടനം പോലും ഒറ്റയ്ക്ക് തീർപ്പാക്കിയിരിക്കുന്നു. ഉത്തരാഖണ്ഡിലേക്കാണ് യാത്ര. എല്ലാം ബുക്ക് ചെയ്തിട്ടാണ് പറയുന്നത് തന്നെ. ആദ്യ ആഴ്ചയിലാണ് യാത്രയെന്നറിഞ്ഞപ്പോഴേ എൻ്റെ നെഞ്ചിൽ ഇടിവെട്ടി. 2 വർഷമായി കാത്തിരുന്ന ഗ്രീസിൽ വെച്ച് നടക്കുന്ന ഷിപ്പിംഗ് എക്സിബിഷന് പോകാനും നിരവധി പ്രമുഖരെ ഔദ്യോഗികമായി കാണാനുമുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കഴിഞ്ഞിരിക്കുന്നു. പോകാതിരുന്നാൽ ദശലക്ഷങ്ങളുടെ നഷ്ടം ഉറപ്പ്. പോയാൽ കുടുംബജീവിതം ഗതാഗവ. എങ്കിലും അരിപ്രശ്നമായതുകൊണ്ട് കാര്യമറിഞ്ഞാൽ മനസ്സ് മാറിയാലോ എന്ന് കരുതി എക്സിബിഷൻ നഷ്ടമാകുന്നതിനെക്കുറിച്ച് അവതരിപ്പിച്ചതേ ഓർമ്മയുള്ളൂ. എന്ത് എക്സിബിഷൻ? ഞാനിവിടെ 3 എക്സിബിഷൻ വേണ്ടെന്ന് വെച്ചിട്ടാ പോകുന്നത്. വരവും ചെലവും തമ്മിൽ വേർതിരിവില്ലാത്ത നാഗവല്ലി ഗർജിച്ചു. എങ്കിലും 3 എക്സിബിഷനിൽ കാടുരച്ചു തീർക്കുന്നതിൻ്റെ പകുതി കാശിന് ഹിമാലയം ചുറ്റി വരാമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ മനസ്സിൽ മഞ്ഞു പെയ്തിറങ്ങി. എന്ത്, ജൂണിൽ ഹിമാലയാത്രയോ എന്ന ചോദ്യത്തിന് ഇൻസ്റ്റാഗ്രാം യൂണിവേഴ്സിറ്റി തുറന്നൊരു പോസ്റ്റായിരുന്നു മറുപടി. സ്വാമി വിവേകാനന്ദനിലൂടെയും സ്റ്റീവ് ജോബ്സിലൂടെയും ലോകമറിഞ്ഞ വാൻ അലൻ റേഡിയേഷൻ ബെൽറ്റിൽ സൗരക്കാറ്റിലെ വൈദ്യോർജ്ജ കണങ്ങളെ ഭൂമിയുടെ മാഗ്നറ്റോസ്ഫിയർ ആഗിരണം ചെയ്യുന്ന സ്ഥലങ്ങളായ മാച്ചു പിച്ചുവിനോടും സ്റ്റോൺ ഹെഞ്ചിനോടുമൊപ്പമുള്ള ലോകത്തിലെ 3ാമത്തെ കേന്ദ്രമായ ഉത്തരാഞ്ചലിലെ കാസർദേവി ക്ഷേത്രമാണത്രേ ലക്ഷ്യം. ഒപ്പം സ്റ്റീവ് ജോബ്സിന് ആപ്പിൾ തുടങ്ങാനുള്ള ആശയവും സുക്കർബർഗിന് ഫേസ്ബുക്ക് തുടങ്ങാനുള്ള ആശയവും ലഭിച്ച അവിടെ അടുത്തു തന്നെയുള്ള നീം കരോലി ബാബ ആശ്രമവും. അവിടെ പോയി ധ്യാനിച്ചാൽ എനിക്കും വല്ല ആശയവും ലഭിച്ചാലോ എന്ന ഭാര്യയുടെ കാഞ്ഞ ബുദ്ധിയെ താഴ്ന്നു വണങ്ങി. മനസ്സമാധാനം കോടികൾ കൊടുത്താൽ കിട്ടാത്തതുകൊണ്ട് തീർത്ഥാടനത്തിന് പെട്ടികെട്ടുന്നതല്ലേ ബുദ്ധിയെന്ന് മനസ്സ് പറഞ്ഞതും എൻ്റെ ഗ്രീസ് യാത്രയുടെ ചീട്ട് കീറി. ഉള്ളിലെ പ്രതിഷേധം മൂലം പെട്ടികെട്ടൽ സാവധാനമാക്കിയ എൻ്റെ ജോലിയും ഭാര്യ ആവേശപൂർവ്വം ഏറ്റെടുത്തു. ഇത്തവണ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണമെന്ന വാശി മുഖത്ത് പ്രകടമായിരുന്നു. തീർത്ഥാടനത്തിലും ഫാഷൻ പരേഡ് നടത്താറുള്ള കണവി നിരവധി നിറങ്ങളിലുള്ള സ്വെറ്ററുകൾ പെട്ടിയിൽ കുത്തിക്കയറ്റുകയാണ്. ചുട്ടുപൊള്ളുന്ന ഹിമാലയത്തിൽ എന്തിനാണ് കമ്പിളിയെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ചിലപ്പോൾ ആ വഴി കൈലാസത്തിൽ ഒരിക്കൽ കൂടി പോകാനാണോ എന്തോ. എന്താ ഉദ്ദേശമെന്ന് ചോദിക്കാൻ ഉള്ളിലെ ഈഗോ ഒട്ട് സമ്മതിക്കുന്നുമില്ല. രഹസ്യമായി ChatGPT ഗുരുവിനോട് തിരക്കിയിട്ട് അദ്ദേഹത്തിനും പിടികിട്ടുന്നില്ല. എന്തായാലും എന്തോ ദുരുദ്ദേശമുണ്ട്. ഡൽഹി വഴി പട്നാഗറിൽ രാവിലെ തന്നെത്തി. ചുട്ടുപൊള്ളുന്ന എയർപോർട്ട് കണ്ടപ്പോഴേ ഭാര്യയുടെ മുഖത്തെ പ്രസരിപ്പ് മാഞ്ഞു തറഞ്ഞു. നാട്ടിലെ ബസ് സ്റ്റാൻഡിന് ഇതിലും വലിപ്പവും സൗകര്യവുമുണ്ട്. പോർട്ടറെ പോലെ പെട്ടിയും തൂക്കി എയർപോർട്ടിൻ്റെ ഗേറ്റിന് പുറത്തു പോകണം കാറിൽ കയറാൻ. ഇനി 5 മണിക്കൂർ ആസ്മ പിടിച്ച AC സഹിച്ച് ടാക്സിക്കാരൻ എന്നോ വാങ്ങിയ ഇന്നോവയിൽ മലകയറ്റമാണ്. കത്തുന്ന വേനലിൽ ഹിമാലയത്തിലെ മഞ്ഞുരുകി തീർന്നിരിക്കുന്നു. പുഴകളിൽ ഒരു തുള്ളി വെള്ളമില്ല. ചൂട് സഹിക്കാതെ ഭാര്യ സ്വെറ്റർ ഊരിയെറിഞ്ഞു. മുഖം കറുത്തു വരുന്നത് ശ്രദ്ധിക്കാതിരുന്നില്ല. ഒടുവിൽ ദാഹം സഹിക്കാതെ വഴിയിൽ കണ്ട ഒരു പെട്ടിക്കടയിൽ കയറി. ഭാഗ്യം വെള്ളമുണ്ട്, പക്ഷേ ചില്ലറയില്ല. ട്രിപ്ലാനറുടെ കയ്യിൽ 500ൻ്റെ കെട്ടുണ്ട്. ഉണ്ടായിട്ട് എന്ത് കാര്യം? ഗൂഗിൾ പേ ഉണ്ടേലേ വെള്ളം കിട്ടൂ. ദുബായിൽ നിന്ന് വരുന്ന ഞങ്ങൾക്ക് എന്ത് ഗൂഗിൾ പേ? ഹിമാലയത്തിലെ കുഗ്രാമവും സമ്പൂർണ്ണ ഡിജിറ്റലായെന്ന സത്യമറിഞ്ഞപ്പോൾ ദുബായ് എത്ര പുറകിലാണെന്ന് തോന്നിപ്പോയി. ഭാഗ്യം ഗൂഗിൾ പേ ചോദിച്ച് ഭിക്ഷക്കാരും ഇതുവരെ എത്തിയിട്ടില്ല. നിരാശനായി മടങ്ങി വന്ന എന്നെ പുച്ഛത്തോടെ നോക്കി കടലിലേക്ക് കയറിയ ഭാര്യ അതാ ഒരു കുപ്പി വെള്ളവുമായി മടങ്ങുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? 30 രൂപയ്ക്ക് വാങ്ങിയ വെള്ളത്തിന് 470 രൂപ ടിപ്പ് കൊടുത്താണ് കാര്യം നടത്തിയതെന്ന സത്യം തിരിച്ചറിഞ്ഞ ഞാൻ പണ്ട് ദുബായിൽ ഗൂഗിൾ മാപ്പില്ലാത്ത കാലത്ത് ടാക്സിക്കാരന് കാശ് കൊടുത്ത് മുന്നിൽ വിട്ട് വഴിയറിയാത്ത സ്ഥലങ്ങളിലും ഡ്രൈവ് ചെയ്യുമായിരുന്ന ഭാര്യയുടെ കൂർമ്മ ബുദ്ധിക്ക് മുന്നിൽ ഒരിക്കൽ കൂടി ശിരസ് നമിച്ചു. നന്ദിയാരോടു ഞാൻ ചൊല്ലേണ്ടു, നന്ദിയാരോടു ഞാൻ ചൊല്ലേണ്ടു, നന്ദിയാരോടു ഞാൻ ചൊല്ലേണ്ടു. പാർക്കിംഗ് സൗകര്യം 200 മീറ്റർ അകലെയുണ്ട് എന്ന പരസ്യവാചകത്തിൽ തടഞ്ഞ്
ഭാര്യ തന്നെ തിരഞ്ഞെടുത്ത ഹോട്ടലിലാണ് താമസിക്കേണ്ടത്. അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് 200 മീറ്റർ കുത്തനെ മുകളിലേക്കുള്ള വഴിയാണ് കയറേണ്ടത് എന്ന്. ഏണി വഴി ഏറുമാടത്തിൽ കയറാൻ പറയാഞ്ഞത് ഭാഗ്യം. കഷ്ടകാലത്തിന് ഞാനെങ്ങാനുമായിരുന്നു ഹോട്ടൽ ബുക്കിംഗ് നടത്തിയിരുന്നത് എങ്കിൽ എന്താകുമായിരുന്നു എന്ന് ഒരു നിമിഷം ആലോചിച്ചപ്പോഴേ കണ്ണിൽ കൊള്ളിയാൻ മിന്നി. കാസർദേവിയിലേക്കുള്ള യാത്രയിലാണെന്ന സ്റ്റാറ്റസ് കണ്ട് ശാസ്ത്രകുതുകിയായ ഒരു സുഹൃത്തിൻ്റെ ഫോൺ ഇതിനിടയിൽ വന്നു. റേഡിയേഷൻ ഉള്ളതുകൊണ്ട് 2 വട്ടം ആലോചിച്ചിട്ട് വേണം അവിടെ പോകാനെന്നൊരു ഭീഷണി. 30 വർഷമായി അവിടെ ടാക്സി ഓടിക്കുന്ന ഞങ്ങളുടെ ഡ്രൈവറുടെ തലയിലേക്ക് നോക്കിയപ്പോഴാണ് സമാധാനമായത്. റേഡിയേഷൻ ഏറ്റ് കഷണ്ടി പോലും ആയിട്ടില്ല. പക്ഷേ മല കയറി മുകളിലെത്തിയപ്പോൾ ശരിക്കും ഒരു വല്ലായ്മ. ശരീരം തളരുന്നത് പോലെ, വല്ലാത്ത ദാഹം. ഇത് റേഡിയേഷൻ തന്നെ. അദൃശ്യനായ കൊലയാളി. ഭാര്യയാണെങ്കിൽ ധ്യാനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഭയന്നു വിറച്ച ഞാൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. പെട്ടെന്നാണത് കണ്ടത്. അമ്പലത്തിൻ്റെ 50 അടി അകലെ എവറസ്റ്റിൽ വരെ സിഗ്നൽ എത്തിക്കുന്ന മട്ടിൽ ഭീമാകാരന്മാരായ 3 മൈക്രോവേവ് ടവറുകൾ അടുത്തടുത്ത്. ഇതിൻ്റെ ചുവട്ടിൽ 24 മണിക്കൂറും മൈക്രോവേവ് റേഡിയേഷനേറ്റ് കുടികൊള്ളുന്ന കാസർദേവിയുടെ പേര് താമസിയാതെ ക്യാൻസർ ദേവി എന്നാക്കി മാറ്റേണ്ടി വരുമോ എന്ന് മനസ്സിലെ കുൽസിതൻ ചോദിച്ചത് ഞാൻ ഉറക്കെ പറഞ്ഞില്ല. 166 ക്ഷേത്രങ്ങളിൽ പോകേണ്ടതുകൊണ്ട് നേരത്തെ തന്നെ ഇറങ്ങണമെന്ന ഉത്തരവ് കേട്ടുകൊണ്ടാണ് പിറ്റേ ദിവസം ഉണർന്നത്. ഈശ്വര, ഇത് തീർത്ഥാടനമോ ഗിന്നസ് ബുക്കിൽ കയറാനുള്ള ഭക്തിയജ്ഞമോ? ആദ്യ സ്ഥലത്ത് ചെന്നപ്പോഴാണ് മനസ്സിലായത് 2500 വർഷം പഴക്കമുള്ളതും 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ഒന്നുമായ ജാഗേശ്വർ മന്ദിർ അടക്കം 125 ക്ഷേത്രങ്ങൾ ഒരു മതിൽക്കെട്ടിൽ തന്നെയാണുള്ളതെന്ന്. ആശ്വാസം. ദേവീദേവന്മാരുടെ സംസ്ഥാന സമ്മേളന സ്ഥാനം ദർശിച്ച് അടുത്ത ക്ഷേത്രമായ ഗുലുദേവതാ മന്ദിറിൽ ചെന്നപ്പോൾ ആഗ്രഹങ്ങൾ ഒരു പേപ്പറിൽ എഴുതി അവിടെ ഒരു മണിയോടൊപ്പം കെട്ടിത്തൂക്കിയാലേ സാധിക്കൂ എന്ന വിചിത്രമായ ആചാരം. ആഗ്രഹം നിയമപരമാക്കാനാണോ അതോ ശക്തമാക്കാനാണോ എന്നറിയില്ല. ചിലർ സ്റ്റാമ്പ് പേപ്പറിലാണ് എഴുതിയിരിക്കുന്നത് എന്ന് കണ്ടപ്പോൾ ഭാര്യ സ്റ്റാമ്പ് പേപ്പർ അന്വേഷിച്ചു തുടങ്ങി. ഉച്ച കഴിഞ്ഞിരിക്കുന്നു. ഇനിയും കിടക്കുന്നു 40 ക്ഷേത്രങ്ങൾ. ഭാഗ്യം, അതും ഒരു സ്ഥലത്ത് തന്നെ, ഒരു കുന്നിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന സൺ ടെമ്പിൾ. 9 ലക്ഷം പേർ 1000 വർഷങ്ങൾക്കപ്പുറം ഒരു രാത്രി കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണെന്ന കഥ ഗൈഡ് കൂടിയായ ഡ്രൈവർ പറയുന്നത് വെള്ളം ചേർക്കാതെ ഭാര്യ വിഴുങ്ങുകയാണ്. അന്നത്തെ കാലത്ത് അത്രയും പണിക്കാരെ സംഘടിപ്പിക്കുന്നതോ പോട്ട്, എങ്ങനെ കൂട്ടി നോക്കിയിട്ടും അവരെ ഒരുമിച്ച് നിർത്താൻ ഒരു 500 ഏക്കറെങ്കിലും വേണ്ടേ? ഇതവിടെ 100 പേർക്ക് തികച്ചു നിന്ന് പണിയെടുക്കാനുള്ള സ്ഥലമില്ല. എൻ്റെ സംശയത്തെ രൂക്ഷമായ ഒറ്റ നോട്ടത്തിൽ കാന്ത ഭസ്മമാക്കി കളഞ്ഞു. പിറ്റേന്ന് നീം കരോലിയിലെത്തിയ എന്നോട് ധ്യാനിക്കാൻ അഭിനിഭക്ത ഉത്തരവിട്ടു. ചുട്ടുപൊള്ളുന്ന തറയിൽ തപസ് തുടങ്ങിയ എൻ്റെ മേലായിരുന്നു കക്ഷിയുടെ കണ്ണുകൾ. എനിക്കവിടുന്ന് കിട്ടാൻ പോകുന്ന ആശയത്തിൽ തുടങ്ങേണ്ട യൂണിവേഴ്സിറ്റിയിലും തനിക്ക് പഠിക്കാൻ സാധിക്കണേ എന്ന് മനസ്സറിഞ്ഞ് പ്രിയതമ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഉള്ളവൻ്റെ മൂട്ടിൽ കനലിരിഞ്ഞു തുടങ്ങിയിരുന്നു. സന്തുഷ്ടമായ കുടുംബജീവിതത്തിന് ഭാര്യയെ സന്തോഷിപ്പിക്കുകയാണ് വേണ്ടതെന്ന് ബാബയുള്ളിൽ വന്ന് പറഞ്ഞതുകൊണ്ടാണോ എന്നറിയില്ല. കനൽ ധ്യാനത്തിൻ്റെ പൊള്ളൽ അധികം അറിയുന്നതിന് മുൻപ് സുക്കർബർഗിനെ വെട്ടുന്ന ആശയം കിട്ടിയെന്ന് പ്രഖ്യാപിച്ച് ഞാൻ ധ്യാനം അവസാനിപ്പിച്ചു. ഉദ്ദേശലക്ഷ്യം സാധിച്ച സന്തോഷത്തിൽ ലാഭത്തിൻ്റെ പങ്ക് ബാബയ്ക്കുമെന്ന് ഭാര്യ ഞാൻ കേൾക്കെ നേർച്ചയാക്കി. കൂട്ടത്തിൽ ഗ്രീസിൽ പോയാൽ ഇത് കിട്ടുമായിരുന്നോ എന്ന കുത്തുവാക്കും. അടുത്ത യാത്ര നൈനിറ്റാളിലേക്കാണെന്നും ചൂടെല്ലാം മറന്ന് തണുക്കാൻ റെഡിയായിക്കൊള്ളാൻ ഭാര്യ പറയുന്നത് കേട്ട് എൻ്റെ കിളി പോയി. നൈനിറ്റാൾ നിൽക്കുന്നത് ഇതിലും താഴെയാണെന്നും ജൂണിൽ തണുപ്പ് വേണമെങ്കിൽ ഇനി എവറസ്റ്റിലേക്ക് വണ്ടി തിരിക്കണമെന്ന് ഡ്രൈവർ കൂടി പറഞ്ഞപ്പോൾ മാത്രമാണ് ട്രിപ്പ് പ്ലാനർ ഗൂഗിൾ ഭഗവാനോട് കാലാവസ്ഥ തിരക്കിയത്. എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ ആവേശം മാത്രം പോരാ, അനുഭവവും ഗുരുത്വവും കൂടി വേണമെന്ന എൻ്റെ പഴയ ഉപദേശം ഓർത്തിട്ടാണോ എന്നറിയില്ല. പണ്ട് കണ്ട ബോളിവുഡ് സിനിമകളിൽ രാജേഷ് ഖന്നയും ഷാരൂഖ് ഖാനും ഋതിക് റോഷനുമൊക്കെ നൈനിറ്റാളിലെ തണുപ്പിൽ നായികമാരോടൊപ്പം പാടി അഭിനയിച്ചത് ഡിസംബറിലാണെന്നും ഇനിയിപ്പോൾ മഞ്ഞ് വാരി എറിയുന്നതിന് പകരം കല്ല് വാരി എറിയണമല്ലോ എന്ന സത്യം തിരിച്ചറിഞ്ഞു തുടങ്ങിയ ഭാര്യ ലേലുവല്ലു ലേലുവല്ലു എന്ന് പറയാതെ തല കുമ്പിട്ടപ്പോൾ മാത്രമാണ് പെട്ടിയിൽ മോക്ഷം കിട്ടാതിരുന്ന കമ്പിളിത്തുണികൾക്ക് അല്പമെങ്കിലും ആശ്വാസമായത്. നിന്നാത്മവിശ്വാസമേറുന്ന കാലം നിൻ ഗുരുത്വത്തിൻ്റെ അർത്ഥം മറന്ന് നീ അഹങ്കാരത്തിലേറി കുതിച്ചാൽ നിൻ ലക്ഷ്യയാത്രയിൽ പാഠം മറക്കാം.
നിൻ ലക്ഷ്യയാത്രയിൽ പാഠം മറക്കാം.